കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 5 IDF പട്ടാളക്കാർക്ക് ഗസയിൽ റഫയിൽ നിന്ന് വളരെ ശക്തമായി പരിക്കേറ്റു. അതിൽ ഒരു പട്ടാളക്കാരൻ അതിഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. നമുക്കറിയാം ഈ വിഷയം വളരെ രസകരമായി തന്നെ വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം ഈ ഒരു ആക്രമണം IDF സോൾഡിയറിന് നേരെ ഉണ്ടായപ്പോൾ ഇസ്രയേൽ ആരോപിക്കുന്നത് ഇത് ശക്തമായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രത്യേക മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടുകയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കെറ്റ്സും മറ്റ് IDFിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഒരുമിക്കുന്ന ഒരു വലിയ മീറ്റിംഗ് എത്തരത്തിൽ ഇതിനെതിരെ ഗാസയിലേക്ക് ആക്രമണം അഴിച്ചുവിടണം, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു തിരിച്ചാക്രമണം മറുപടി എത്തരത്തിൽ കൊടുക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് കൂടിയിട്ടുള്ളത് എന്ന് ഇസ്രായേലിലെ ചാനൽ 12 പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വിഷയം പറയുമ്പോൾ ഈ IDF പട്ടാളക്കാർക്കു നേരെ എത്തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. അതായത് ഈ IDF പട്ടാളം റഫയിൽ നിന്ന് ഒരു തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹമാസിന്റെ പോരാളികൾക്ക് നേരെ വെടിയുതിർത്തപ്പോഴാണ് ഹമാസ് തിരിച്ചു വെടിയുതിർത്തത് എന്ന്, അല്ലെങ്കിൽ ഹമാസോ മറ്റ് ഏതെങ്കിലും സായുധ സേനാംഗങ്ങളോ ആയ അവിടെയുള്ള സായുധ സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രയേൽ പട്ടാളക്കാർ വെടിയുതിർത്തപ്പോഴാണ് അവർ തിരിച്ച് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേലി മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതേ മാധ്യമത്തിൽ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ പറയുന്നു ഇത് ശക്തമായ സീസ് ഫെയർ ലംഘനമാണെന്ന്. നമുക്കറിയാം ഇസ്രയേൽ ഇവിടെ ഹമാസുമായാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ, അതുപോലെ ഖത്തറിന്റെയും തുർക്കിയുടെയും ഒക്കെ മധ്യസ്ഥതയിൽ ഇസ്രയേൽ ഹമാസുമായാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുവിഭാഗവും വെടിനിർത്തുക എന്നുള്ളതാണ്. ആയുധം താഴെ വെക്കുകയും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും ബേസിക് ആയ ഒരു വിഷയം എന്ന് പറയുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേൽ ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഗസയിലേക്ക് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ 50 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ 357 ഫലസ്തീനികളെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് വെടിനിർത്തൽ കരാറിന് ശേഷം. അതായത് ഇതുവരെ 2023 ഒക്ടോബർ 7 ശേഷമുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 70,117 ഫലസ്തീനികളെ ഇസ്രായേൽ അവിടെ വെടിവെച്ചു കൊന്നു. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ 50 ദിവസം തികയുമ്പോൾ 357 പേരെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഇതടക്കം 1,00,000 ഇത് മരണത്തിന്റെ കണക്കാണ്. അത് 1,70,999 ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഫലസ്തീനികൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിനെ തികച്ചും ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ കാണാതെ കൃത്യമായി ലംഘനം നടത്തുകയും ഞങ്ങൾ ഈ പോരാളികൾക്ക് നേരെ ലംഘനം നടത്തി ഞങ്ങൾ വെടിയുതിർത്തപ്പോൾ ഞങ്ങൾക്ക് നേരെ അവർ വെടിയുതിർത്തത് അത് ലംഘനമാണെന്ന് പറയുന്ന എന്തൊരു വിരോധാഭാസമാണ് എന്ന് എനിക്ക് ഈ മാധ്യമം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ആക്രമിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ലാതിരിക്കുകയും തിരിച്ച് ആക്രമണം നേരിടുന്നത് അത് ശക്തമായ ലംഘനമാണെന്ന് പറഞ്ഞ് ഇതിനെതിരെ വളരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഏതായാലും ഈ വെടിനിർത്തൽ കരാറിനെ നമുക്കറിയാം ഇസ്രായേലിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറുകളെയോ അല്ലെങ്കിൽ ലോകത്തെ ഏത് രാജ്യം മധ്യസ്ഥനായി നിന്നുകൊണ്ടുള്ള ഒരു കരാറുകളെയോ ലോകത്തെ ഒരു നിയമങ്ങളെയോ പാലിക്കാത്ത ഒരു ഭീകരവാദ രാഷ്ട്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരിക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ വെടിനിർത്തൽ കരാറിന്റെ മുഖ്യ രക്ഷാധികൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. എന്നാൽ ട്രംപിനെ പോലും അനുസരിക്കാതെ, ട്രംപിനെ പോലും ലോക നേതാക്കൾക്ക് മുന്നിൽ കുറവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴും ഇസ്രായേൽ ഈ ഒരു ദിവസം വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും നമുക്കറിയാം ഈ റഫയിൽ ഇസ്രായേൽ ഇപ്പോൾ ഗാസയുടെ 58% ഇസ്രായേലിന്റെ പക്കൽ തന്നെയാണ്. നമുക്കറിയാം യെല്ലോ ലൈന് എന്ന് പറയുന്ന ഒരു ലൈന് അവർ രൂപീകരിക്കുകയും ഗസയെ പകുതിയായി മുറിച്ചുകൊണ്ട് പകുതി ഭാഗത്ത് ഫലസ്തീനികളും യെല്ലോ ലൈൻ കടന്നതിൻ്റെ പേരിൽ തന്നെ 100 കണക്കിന് ഫലസ്തീനികളെ
വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രയേൽ സേന വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. ഈ യെല്ലോ ലൈനിന് ഇപ്പുറത്ത് IDF പട്ടാളം നിലയുറപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് തുരങ്കങ്ങളിൽ നൂറുകണക്കിന് 100ഓളം വരുന്ന ഹമാസ് പോരാളികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഹമാസിന്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ഉള്ള അറിയിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം നിരവധി തവണ അവരെ സുഗമമായി ഹമാസിന്റെ ഏരിയയിലേക്ക് അവർക്ക് സഞ്ചാരം നടത്തുവാൻ, അവർക്ക് പോകാൻ വഴിയൊരുക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവും IDFും പറയുന്നത് ഒരു രീതിയിലും അവരുടെ ഭാഗത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. പിന്നെ എന്ത് വെടിനിർത്തൽ കരാറാണ്? ഇസ്രയേലും ഹമാസും തമ്മിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ പ്രകാരം തന്നെ ഒരു പ്രശ്നവും അവരുടെ സഞ്ചാരവും മറ്റുമൊക്കെ സാധാരണ നിലയിലായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ശേഷവും ഇസ്രയേലിന്റെ പ്രവർത്തനം ഇത്തരത്തിലുള്ളതാണ്. ഇപ്പൊ ഇന്നലെ റഫയിൽ നടന്നത് ഇത്തരത്തിൽ തുരങ്കങ്ങളിൽ നിന്ന് ചില പ്രവർത്തകർ പുറത്തേക്ക് വരികയും അത് കണ്ട IDF പട്ടാളം അവർക്ക് നേരെ വെടിയുതിർക്കുകയും അപ്പോൾ ഈ പ്രവർത്തകർ തിരിച്ച് IDFന് നേരെ വെടിവെക്കുകയും ചെയ്തപ്പോഴാണ് 5 ഇസ്രയേലി പട്ടാളക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം പല വെടിനിർത്തൽ കരാറിലുള്ള പോയിന്റുകളും ഇസ്രയേൽ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ 1ാം ഘട്ട വെടിനിർത്തൽ കരാറിൽ തന്നെ നിലവിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് 5 ബോർഡറുകൾ ക്രോസിങ്ങുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വരെ ഒരു ബോർഡർ ക്രോസിംഗ് പോലും ഇസ്രയേൽ വളരെ കൃത്യമായി ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് പറയുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അറിയിക്കുന്നത് റഫാ ബോർഡർ, ഈജിപ്തിലേക്ക് കടന്നു പോകാനുള്ള റഫാ ബോർഡർ ഞങ്ങൾ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ അത് എന്തിനു വേണ്ടി? ഫലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം. അവർക്ക് തിരിച്ച് ഗസയിലേക്ക് കയറാൻ ഇതിലെ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് അതിലെ മറ്റൊരു വിരോധാഭാസം. പക്ഷെ ഇതിനെ ഈജിപ്ത് ശക്തമായി എതിർത്തു എന്നുള്ളതാണ്. ഇത് എന്തിനാണ്? നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇസ്രയേലികൾ ഫലസ്തീനികളെ ഏതെങ്കിലും വിധത്തിൽ ഇസ്രയേലിൽ നിന്ന്, ഗസയിൽ നിന്ന് പുറത്താക്കുവാനുള്ള അവരുടെ ഒരു ഐഡിയ മാത്രമാണിത്. ഈ ഒരു സംഭവം, ഈ ഒരു ആസൂത്രിതമായ പ്രവർത്തനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് കൊണ്ടുകൂടിയാണ് റഫാ ബോർഡർ തുറക്കുവാൻ ഈജിപ്ത് പലപ്പോഴും അനുവദിക്കാത്തത് എന്നുള്ളതാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും റഫാ ബോർഡർ തുറക്കാത്തത് ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള ഉദ്ദേശം, അതായത് റഫാ ബോർഡർ വഴി ഫലസ്തീനികൾ ഈജിപ്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫലസ്തീനികൾ ഗസയിൽ ഇല്ലാതാകുകയും അങ്ങനെ അവർക്ക് ആ ഗസയുടെ ഭാഗം ഭൂമി പിടിച്ചെടുക്കുവാൻ അത് എളുപ്പമാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു വിഷയം നമുക്കറിയാവുന്നതാണ്. അതായത് ഈജിപ്തിലേക്കും അതുപോലെ ജോർദാനിലേക്കും ഇത്തരത്തിൽ ഫലസ്തീനികളെ മാറ്റി താമസിപ്പിക്കുകയും അങ്ങനെ ഗാസയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുമെന്നൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ പ്രഖ്യാപിച്ച വിഷയം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ അവരുടെ എക്കാലത്തെയും അജണ്ട എന്ന് പറയുന്നത് ഫലസ്തീനികളെ അവിടുന്ന് പുറത്താക്കുകയും ഗസയെ എന്നേക്കുമായി ഇസ്രയേലിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നാണ് അറബ് രാജ്യങ്ങളും ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഗസ ബോർഡർ തുറക്കും, ഫലസ്തീനികൾക്ക് പുറത്തു പോകാൻ അവസരമുണ്ട്, അകത്ത് വരാൻ അവസരമില്ല. ഈ ഒരു വിഷയത്തെ ഈജിപ്ത് ശക്തമായി എതിർത്തു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് മറ്റൊരു വാർത്ത വരുന്നത്, മഹ്മൂദ് വാദി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഗസയിലെ ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ഇസ്രയേൽ നടത്തിയ ഈ യുദ്ധത്തിൽ, ഈ വംശഹത്യയിൽ ഗസയുടെ ഭാഗങ്ങൾ എത്തരത്തിലായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നും അതുപോലെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി ഇന്നുള്ള അവസ്ഥ എന്താണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഡ്രോൺ ദൃശ്യം പകർത്തി ലോക ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ മഹ്മൂദ് വാദി എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ, ഗസയിലെ ഫലസ്തീനിയെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഒരു വാർത്തയും കൂടി കഴിഞ്ഞ ദിവസം ഗസയിൽ നിന്ന് വന്നു. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ലോകത്തെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകർ 200ഓളം വരുന്ന പ്രമുഖ സെലിബ്രിറ്റികൾ ഒപ്പുവെച്ച ഒരു കത്ത് ഇസ്രയേലിന് കൈമാറി എന്നുള്ളതാണ്. അതിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്
മർവാൻ ബർഗൂത്തി എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിലെ നമുക്കറിയാം ഫതഹ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവും ഒരുപക്ഷെ ഈ ഫലസ്തീൻ അതോറിറ്റിയുടെ അടുത്ത പ്രസിഡന്റ് പോലും ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വെസ്റ്റ് ബാങ്കിലെ ഒരു വലിയ ഫതഹ് നേതാവ് കൂടിയായ ഈ മർവാൻ ബർഗൂത്തിയെ 2002 മുതൽ ഇസ്രയേൽ തടവിൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഗസയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഈ വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ മർവാൻ ബർഗൂത്തിയെ വിട്ടയക്കണമെന്ന് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ഇസ്രയേൽ അതിന് ആകാത്ത പശ്ചാത്തലത്തിലാണ് ലോകത്തെ പ്രമുഖ സെലിബ്രിറ്റികൾ ഒപ്പുവെച്ച ഒരു കത്ത് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് എന്ന് ഇക്കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനോട് ഇസ്രയേൽ യോജിക്കുമെന്ന്, ഇസ്രയേൽ ബർഗൂത്തിയെ വിട്ടയക്കുമെന്ന് കരുതുവാൻ നമുക്ക് ഇപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു വലിയ കുറ്റം ചെയ്തതുകൊണ്ടോ മറ്റോ അല്ല, ഒരു നേതാവിനെയും, ഭാവിയിൽ വളർന്നു വരുന്ന ഒരു നേതാവിനെയും വെച്ചു പൊറുപ്പിക്കാത്ത ഒരു നിലപാടാണ് ഇസ്രയേൽ ഇന്ന് വരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വെസ്റ്റ് ബാങ്കിലെ ഇത്തരത്തിൽ ഉള്ള ഫലസ്തീൻ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇസ്രയേലി ജയിലിൽ അടച്ചിട്ടുള്ളത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ഗസയിലെ റഫയിൽ 5 ഇസ്രയേലി പട്ടാളക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് എതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി പറയുമ്പോൾ എത്തരത്തിലായിരിക്കും അവർ ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ ലംഘനത്തിന് കിട്ടിയ മറുപടിക്ക് അവരെത്തരത്തിൽ തിരിച്ചടിക്കും, എത്ര സാധുക്കളെ കൊന്നുകളയും എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ വരും. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.